ഇതൊക്കെ ഈ ഫോട്ടോ കണ്ടടി ഇതൊക്കെ ഞാൻ പണ്ടാറ അനും കണ്ടിക്കട ആ കാലിന്റെ ചോട്ടിലേക്കൊക്കെ അങ്ങോട്ട് തുടച്ചെടി അങ്ങോട്ട് കാല് പൊതിച്ചു കൊടുക്കാം അങ്ങോട്ട് എന്തിനാണ് ഇങ്ങനെ പൊതിക്ക് ഷൗട്ട് ചെയ്യാൻ നിൽക്കുന്നത് അതിന് വെക്കണ പോലെ ചെയ്യുന്നുണ്ടല്ലോ അതാ ആ മൂല നോക്കി തുടച്ചേ നീ ഒരു പണിയും ചെയ്യില്ല ഇങ്ങനെ നടക്കും ഇവരൊക്കെ അനക്കൂടി ചെയ്യാൻ സഹായിച്ചൂടെ നമ്മുടെ വീടല്ലേ നിങ്ങൾ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട നമ്മുടെ വീടല്ലെന്ന് നിങ്ങൾ അവിടെ പറഞ്ഞില്ലല്ലോ എൻ്റെ അടുത്ത് ആ ഒന്ന് ആക്കത്തിലണ്ട് തുടച്ചേ നീയേ ചെയ്തോളും നീ എന്തിനെങ്ങനെ പറയണ് വൃത്തിയിൽ ചെയ്യണ്ട പിന്നെ അല്ലാ അതെ അവിടെ ഇതൊന്ന് പേടിച്ച് തുടച്ചൂറേ പാവം തണ്ടല് കാണിച്ചിട്ട് നടക്കണല്ലേ തണ്ടല് മാത്രല്ലടാ കയ്യും വേദനിക്കുന്നുണ്ട് ആര് കാണാനും ആളും കാണാനും ഇല്ല നീ എന്തൊക്കെ ഇരിക്കുന്നു ഇവിടെ ആര് നിന്റെ പെങ്ങളിവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന നിനക്ക് കാണില്ലേ ആര് പറയും നിന്നെ ഇവിടെ നോക്കുത്തിട്ട് ഞാൻ കൊണ്ട് നിർത്തിയുള്ളത് ഒന്നും ചോദിക്കാനും പറയാനും ആരുമില്ല ഒന്ന് പേടിച്ച് തുറക്ക് വേണ്ട ഞാൻ ചെയ്തോളാം നീ കൊടുക്ക് അതവിടെ ഇരുന്നോട്ടടാ പാവാണത് ഹേയ് ഇത് എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ആ കുട്ടീനെ വെറുതെ ബുദ്ധിമുട്ടിക്കാനായിട്ട് മോളൊരു കാര്യം ചെയ്യും മോൾ അടുക്കളയ്ക്ക് വെക്കോ ചെല്ലു ഓളോണ്ട് ഒരു പണി പഠിപ്പിക്കണ്ട ഇല്ല അത് എന്തോന്ന് മാത്രം നോക്കിയാ മതി വേറെ ഒന്നും ചെയ്യണ്ടട്ടാ അവളോണ്ട് പണി പഠിപ്പിച്ചു എനിക്കിപ്പോ എന്തിനാടാ അതിപ്പോ പുതുക്കല്ല ഒരു എന്ത് പുതുക്കും തല കയറ്റിച്ചല്ലേ ലാസ്റ്റ് കിടന്ന് ഇറങ്ങും പിന്നെ എന്നോട് പരാതിയൊന്നും പറയരുത് ഇല്ല അത് പോട്ടെ സാരില്ല ഞാനേ അടുക്കളയ്ക്ക് ഒന്ന് ചെല്ലട്ടെ ഇത് കഴിഞ്ഞു ഉണ്ടാക്കിണ്ട തിന്നാന് ആടാ ബീഫുണ്ട് എന്നാ ഞാൻ സെറ്റാക്ക് സീന എന്തൊക്കാ വരുന്നു എനിക്ക് താത്താനൊന്ന് സഹായിച്ചു കൊടുത്തൂടെ ഞാൻ സഹായിച്ചോണ്ടിരുന്നതാ താത്ത എന്റെ മേടിച്ചതാ ഞാൻ വരുമ്പോ കണ്ടല്ലേ നിങ്ങൾ വരുന്ന കണ്ടിട്ട് മേടിച്ചതാ ഇത്രയും കാലം ഇങ്ങനെ തന്നെ സംഭവിച്ചോണ്ടിരുന്നത് ഞാൻ ഇന്നെന്തിനും കാണാൻ തുടങ്ങിയല്ലോ എന്റെ താത്താനെ സഹായിച്ചു കൊടുത്ത ഞാൻ വരുമ്പോ താത്താനെ പോവാം അതിനെ തണ്ടലിന് ഇതിലൊക്കെ ഇതില്ല സുഖമില്ലാതിരിക്കണെന്ന് നിനക്കറിയണല്ലേ എന്റെ ഇക്ക ഞാൻ തന്നെ ചെയ്തോണ്ടിരുന്നേ ആര് ചെയ്തു ഇപ്പൊ ഞാൻ വരുമ്പോ കണ്ടല്ലേ എന്റെ കണ്ണിൽ ഞാൻ കണ്ടല്ലേ ഇത്ത വാങ്ങിച്ചോണ്ട് പോയതാ എന്റെ എപ്പോ ഇക്ക ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് നീ വെറുതെ അനാവശ്യം പറയരുത് എന്നുള്ള കാര്യം പറഞ്ഞാലും വിശ്വസിക്കില്ലല്ലോ പിന്നെ എന്താ ചെയ്യാനാ എന്തായാലും ഞാൻ കണ്ടല്ലേ ഭക്ഷണം എന്തെല്ലാം അയക്കണ കഴിക്കാൻ ആയിട്ടുണ്ട് എന്നാ എടുത്തേക്ക് എന്താ അതൊക്കെ ഓരോന്നും എടുത്തിട്ട് അവിടെ കൊണ്ടുവച്ച് കഴിയും ചെല്ലി ആ വേസ്റ്റ് എടുത്ത് പുറത്തോണെന്ന് വെച്ചേ വേഗം ഇങ്ങോട്ട് വരണം വരുന്നു പണി മുഴുവൻ ചെയ്യില്ല ഇതായിട്ട് കൊടുത്തോട്ട് പോകും പിന്നെ ആര് വന്ന് ചെയ്യുന്ന ആ കുപ്പിയൊക്കെ എടുത്ത് മുകളിലേക്കൊക്കെ ആ ഉരുളക്കിഴങ്ങ് കഴുകാൻ വെക്കി ഇവിടെ എടുക്കാങ്ങട് ഇതൊക്കെ ആര് ചെയ്യുന്നു വിചാരിച്ചിട്ടാ ചെല്ലാം അങ്ങട് ആ തുണി എടുക്ക് ഇങ്ങട് അവിടെ ഉണ്ടാവും തുടക്കണം എടുക്ക് തുടക്കി അങ്ങോട്ട് പോ നീയേ ഇതിനൊക്കെ അപ്പുറം ഞാൻ അവിടെ അനുഭവിച്ചതാ പിന്നെ ഞാനേ വെറുതെ ഇരുത്തില്ല അതൊക്കെ അങ്ങോട്ട് എടുത്തു ചെയ്യങ്ങട് എന്നിട്ട് പോയിട്ട് ചൂട് എടുത്തിട്ട് വാ ഇവിടെ എപ്പോ നോക്കിയാലും ഇതിന്റെ ബഹളം കൂടാൻ നിനക്ക് നേരമുള്ളല്ലോ
അത് തുടക്കത്തിൽ പിന്നെ ഇങ്ങനെ പിന്നാലെന്ന് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ അടിക്കണ്ട. അവിടെ അടിക്കാൻ പെണ്ണുങ്ങളുണ്ട്. കൊണ്ടടി പെണ്ണ നീ ഇവിടെ പെണ്ണുങ്ങളുണ്ടെന്നേ. പിന്നെ പോരടിക്കാണ്ട് സാവധാനത്തിൽ സ്നേഹത്തിനോട് ഇടപഴകി സംസാരിക്കും. അയ്യോ, ഇത് പറയണ നിങ്ങളുടെ അണ്ണാക്കിൽ എന്തായിരുന്നു? നിങ്ങളുടെ പെങ്ങൾ എന്നെ പോരടിക്കുമ്പോ എന്തായിരുന്നു? നിങ്ങൾ അന്നൊരു വാക്ക് പറഞ്ഞ അവളോട് പറഞ്ഞ കല്യാണം കഴിഞ്ഞു കൊടുത്ത അധികം ആയിട്ടില്ല. അത് ഡിഗ്രി കഴിഞ്ഞോട് കല്യാണം കഴിച്ച് കൊടുത്താണ്. ആ ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കാൻ നടന്നേ വിട്ടുന്ന വന്നില്ല. ആകെ ഒറ്റ കുട്ടിയുള്ളത്. അപ്പൊ അതിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. സ്നേഹത്തിൽ പെരുമാറും. ആ സ്നേഹമൊന്നുമില്ല. നിങ്ങളുടെ മകൾ എന്നോട് സ്നേഹത്തിൽ പെരുമാറിയിട്ടില്ലല്ലോ. ആ അതന്നെ എനിക്കും വേണ്ടേ. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞത് വീടിനുള്ളതാണ്. ഇവിടെ പോരടിക്കാൻ നിൽക്കട്ടെ. ചെല്ലി ചെല്ലി പോ പോ എന്നാ അടിക്കലേ അങ്ങട് അടിച്ചോര്. അടിച്ചോളൂ അങ്ങട്. ആ സൈഡിൽ നിന്നൊക്കെ അടിക്കാൻ അങ്ങട്. പഠിച്ചിട്ടുണ്ടെങ്കിലേ ആഹാ നീ വന്നാ കറി ഇതപ്പ ഒരു 4 വിസിലടിച്ച കറിയാ കൂടാ. നീ വന്നിട്ട് കൊറേ നേരമായാ? ഇപ്പൊ എല്ലാ കാര്യവും മനസ്സിലായി എനിക്ക്. എനിക്ക് അവിടെ ഉണ്ടായ പോലത്തെ അനുഭവം നീ ഇവിടെ ഉണ്ടാകണ്ട. നീ ഇവിടൊന്ന് കണ്ടറിഞ്ഞ് സ്നേഹിച്ച് തീരാവുന്ന പ്രശ്നങ്ങളുള്ളത്. എനിക്ക് അവിടെ പഴയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. നീ ഇവളൊന്ന് നന്നായി സ്നേഹിച്ച ഒരു കുഴപ്പമില്ല. എടാ അതെ, എനിക്ക് നല്ലോണം സ്നേഹിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അവിടുത്തെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതായപ്പോ പെട്ടെന്ന് സ്വാഭാവികമാണ്. നമ്മളിപ്പോ പല കുടുംബത്തിലും സംഭവിക്കുന്നതാണ്. പക്ഷെ ഇവള് ഒരു ഉമ്മല്ലാത്ത കുട്ടിയാണ്. പഠിപ്പ് കഴിഞ്ഞ് കെട്ടിച്ചു കൂടുന്നതല്ലേ. എനിക്കും കൂടി അറിയാവുന്ന കേസല്ലേ. നീ അവളൊന്ന് നന്നായി സ്നേഹിച്ച എങ്ങനെ പോയാ? സോറി നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം എന്നോട് പറയുന്നില്ല. നിങ്ങളൊന്നും എന്റെ പെങ്ങളെ ബന്ധിച്ച് തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പൊ കേട്ടാ ഇപ്പൊ ഒരു ചേരി ചക്കരും പോലായി. ഞാൻ സോറി പറഞ്ഞില്ലേ? അപ്പൊ ഹാപ്പി അല്ലേ? ചോറുന്നല്ലോ. ചോറ് മാത്രല്ല, ചോറും ബീഫ് കറിയും പൊളിക്കൂലേ? മോളെ പാത്രം ഞാൻ ഇത് ശരിയാക്കാം.